ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമാണ്. എല്ലാവരും അക്ഷരാഭ്യാസം നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനാണ് സാക്ഷരതാ ദിനം ആചരിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. വ്യക്തികളെയും സമൂഹത്തെയും സാക്ഷരതയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനും സമൂഹത്തെ സാക്ഷരതയുള്ളതാക്കാൻ പ്രയത്നിക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടുന്നതിനുമായി 1967 മുതലാണ് യുനെസ്കോ ലോക സാക്ഷരതാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. സാക്ഷരതയുള്ളതും നീതിയുക്തവും സമാധാനപരവും സുസ്ഥിരവുമായ ഒരു സമൂഹം നിർമ്മിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഭരണകൂടങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നത് പ്രധാനമാണെന്നും യുനെസ്കോ ഓർമ്മപ്പെടുത്തുന്നു. സാക്ഷരത എന്നത് ആഗോളതലത്തിൽ ഒരു വ്യക്തിയുടെ മൗലികാവകാശമാണ്. മറ്റ് മനുഷ്യാവകാശങ്ങൾ നേടുന്നതിനും കൂടുതൽ സ്വതന്ത്രരാകുന്നതിനും സാക്ഷരത അടിസ്ഥാനശിലയായി നിലനിൽക്കുന്നതായും യുനെസ്കോ സൂചിപ്പിക്കുന്നു. തുല്യത, വിവേചന വിരുദ്ധത, നിയമവാഴ്ച, ഐക്യം, നീതി, വൈവിധ്യം, സഹിഷ്ണുത എന്നിങ്ങനെ ഒരു സമൂഹം സ്വായത്തമാക്കേണ്ട എല്ലാ മൂല്യങ്ങളുടെയും അടിസ്ഥാനം സാക്ഷരതയാണ്. 2024 പുറത്തുവന്ന പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ കണക്കുകൾ പ്രകാരം 80.9% ഇന്ത്യയിലെ ശരാശരി സാക്ഷരതാ നിരക്ക്. 98.2% മിസോറാമാണ് ഒന്നാം സ്ഥാനത്ത്. 97.3% ലക്ഷദ്വീപ് രണ്ടാം സ്ഥാനത്തും 95.7% നാഗാലാൻഡ് മൂന്നാം സ്ഥാനത്തും 95.3% കേരളം നാലാം സ്ഥാനത്തുമാണ്. 72.6% ആന്ധ്രാപ്രദേശാണ് സാക്ഷരത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. നഗരപ്രദേശങ്ങളിലാണ് സ്വാഭാവികമായും സാക്ഷരതാ നിരക്ക് കൂടുതലുള്ളത്. നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും തമ്മിൽ സാക്ഷരതയിൽ 11% വ്യത്യാസമാണുള്ളത്. വടക്കുകിഴക്കൻ പ്രദേശത്തെ കുഞ്ഞു സംസ്ഥാനങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പൗരാവകാശങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവും പൂർണ്ണാർത്ഥത്തിൽ ആസ്വദിക്കാൻ സാക്ഷരത അവിഭാജ്യ ഘടകമാണെന്ന് ഈ ദിവസം ഓർക്കാം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.